എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിലൂടെ OCD എന്ന രോഗത്തിൻ്റെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന രോഗത്തിൻ്റെ 5 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് OCD ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കും. ആ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്, നിങ്ങൾക്ക് OCD ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ തക്കവണ്ണമുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോട് നേരിട്ട് വീഡിയോ കോളിലൂടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ മെമ്പറായി ജോയിൻ ചെയ്യുക. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്താണ് എന്ന് പറയാം. മനസ്സിൽ വരുന്ന ഒബ്സസീവ് തോട്ട്സ്, ഒബ്സസീവ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന അകാരണമായ ചിന്ത, അതിനെയാണ് ഒബ്സസീവ് തോട്ട്സ് എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന അകാരണമായ ചിന്ത, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന അകാരണമായ ഒരു ചിന്ത, ആ ചിന്ത കാരണം നമുക്കുണ്ടാകുന്ന ആങ്സൈറ്റി, അത്തരം ചിന്തകളെ നമ്മൾ ഒബ്സസീവ് തോട്ട്സ് എന്ന് പറയും. അത്തരം ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആങ്സൈറ്റിയെ, ഉത്കണ്ഠയെ ഒബ്സസീവ് കമ്പൽസീവ് റിലേറ്റഡ് ആങ്സൈറ്റി, ഉത്കണ്ഠ എന്ന് പറയും. അതിനുശേഷം ആ ഒബ്സസീവ് തോട്ട്സ് മൂലം ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങളെ, കമ്പൽസീവായ നിർബന്ധപൂർവം നമ്മൾ ചെയ്യുന്ന പെരുമാറ്റങ്ങളെ കമ്പൽസീവ് ബിഹേവിയർ എന്ന് പറയുന്നു. അതായത് ഒബ്സസീവ് തോട്ട്സ് ഉണ്ടാവും, ഒബ്സസീവ് തോട്ട്സിനോടൊപ്പം ഒരു ആങ്സൈറ്റി വരും. ആ ആങ്സൈറ്റിനെ ക്ലിയർ ചെയ്യാൻ ഒരു കമ്പൽസീവ് ബിഹേവിയർ ഉണ്ടായിരിക്കും. അതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഒരു ഉദാഹരണത്തിന്, നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഡോർ ലോക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. ഡോർ ലോക്ക് ചെയ്ത് കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും ആ വ്യക്തിക്ക് ഡോർ ലോക്ക് ചെയ്തുവോ ഇല്ലയോ എന്നുള്ള സംശയം വരുന്നു. ആ സംശയം വീണ്ടും വീണ്ടും മനസ്സിൽ വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അറിയാം, ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ആളോട് ഒരു പക്ഷേ ചോദിക്കാം, കൂടെയുള്ളവരോട് ചോദിക്കാം, ഞാൻ ഡോർ ലോക്ക് ചെയ്തോ? കൂടെയുള്ള ആൾ പറയാം, ചെയ്തിട്ടുണ്ട്. എന്നിട്ടും സംശയം തീരാതെ മനസ്സിനകത്ത് വീണ്ടും വീണ്ടും അതേ ചിന്ത വന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരം ചിന്തകളെ ഒബ്സസീവ് തോട്ട്സ് എന്ന് പറയുന്നു. ആ ഒബ്സസീവ് തോട്ട്സ് കാരണം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാവുന്നു. ഈ ഉത്കണ്ഠ ക്ലിയർ ചെയ്യുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, തിരിച്ചു പോയി ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുക. ആ ആങ്സൈറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇദ്ദേഹം തിരിച്ചു പോയി ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കും. അതാണ് 3 ബിഹേവിയർ ഞാൻ പറഞ്ഞത്. ആദ്യം ഒബ്സസീവ് തോട്ട്സ്, അതിൽ നിന്നും ഉണ്ടാവുന്ന ആങ്സൈറ്റി, ആ ആങ്സൈറ്റിനെ സപ്രസ് ചെയ്യാൻ, ക്ലിയർ ചെയ്യാൻ ആ ഒരു ബിഹേവിയർ. ഈ 3 ഭാഗങ്ങൾ അടങ്ങിയതാണ് ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ള ഈ അസുഖം. ഡോർ ലോക്ക് ചെയ്യുന്നതിൽ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും ഇതേ പെരുമാറ്റമുള്ളവരുണ്ട്. പ്രധാനമായും കൈകളിൽ ജെംസ്, അതായത് അണുക്കളുണ്ടോ എന്ന് സംശയം കാരണം വീണ്ടും വീണ്ടും കൈ കഴുകുന്നവർ, സ്വന്തം മുറികളിലെ സാധന സാമഗ്രികളെല്ലാം വളരെ വൃത്തിയായി അറേഞ്ച് ചെയ്ത് അടുക്കി പെറുക്കി വെക്കുന്നവർ, പുറമേ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ കൈയും കാലും നല്ലപോലെ കഴുകി വീട്ടിലേക്ക് വരുന്നവർ, കഴുകിയതിന് ശേഷവും മനസ്സിന് സമാധാനമാകാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും കഴുകുന്നവർ, ഭക്ഷണത്തിന് മുന്നേ കൈ നല്ലപോലെ കഴുകിയതിന് ശേഷവും സമാധാനമാവാതെ വീണ്ടും വീണ്ടും കഴുകുന്നവർ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ലക്ഷണങ്ങളിൽ. ഇത്തരം ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഇവ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് OCD ഉണ്ട് എന്ന് പറയാൻ തക്കവണ്ണമുള്ള 5 ലക്ഷണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, നിങ്ങളുടെ ചിന്തകൾ വളരെയധികം ഒബ്സസീവാണ്, ആങ്ഷ്യസ് ക്രിയേറ്റിംഗ് ആണ്. വീണ്ടും വീണ്ടും ചിന്തകൾ വന്നുകൊണ്ടിരിക്കും, ഒരേ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. ആ ചിന്തകൾ കാരണം നിങ്ങളുടെ മനസ്സിൽ ആങ്സൈറ്റി രൂപപ്പെടാം. ചിലപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്യും, 1, 2, 3, 4 എന്ന് വെറുതെയെങ്കിലും മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ കൗണ്ടിങ്ങും ഒരു ഒബ്സസീവ് തോട്ട്സിന്റെ പാറ്റേൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലോക്ക് പൂട്ടിയിട്ടുണ്ടോ, ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും മനസ്സിനകത്ത് സംശയം ഉണ്ടാകുന്നതും ഒബ്സസീവ് ബിഹേവിയർ ആണ്. അതേപോലെ ഈ റൂമിനകത്ത് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ അറേഞ്ച് ചെയ്ത് വച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അതും ഒബ്സസീവ് തോട്ട്സ് ആണ്. പലർക്കും നമ്മുടെ റിലേഷൻഷിപ്പിനെ
അനുസരിച്ച് പെൺകുട്ടികളെക്കുറിച്ചോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കുറിച്ചോ ചിന്തകൾ കമ്പൽസീവായി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതും ഒബ്സസീവ് തോട്ട്സിൽ പെടും. സെക്ഷുവലായിട്ടുള്ള ഒബ്സസീവ് തോട്ട്സ് വരാറുണ്ട്. പലരും പറയാറുണ്ട്, പ്രാർത്ഥനയ്ക്കിടയിൽ എനിക്ക് പുരുഷ അല്ലെങ്കിൽ സ്ത്രീ ലൈംഗിക ഭാഗങ്ങൾ മനസ്സിൽ വരുന്നു, വീണ്ടും വീണ്ടും വരുന്നു, അതെനിക്ക് ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. നമ്മളെക്കാളും മുതിർന്ന സ്ത്രീകളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കാളും മുതിർന്ന പുരുഷന്മാരെ കാണുമ്പോൾ ഇവർക്ക് സെക്ഷുവലായ ഒരു അഭിവാഞ്ച ഉണ്ടാകുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇത്തരം ഒരുപാട് ചിന്തകൾ, പല ചിന്തകളും വരാം. ഒരേ ഒരു കോമൺ പോയിന്റാണ്, ഈ ചിന്തകൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. എത്ര ശ്രമിച്ചാലും അവയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പകരം ഈ ചിന്തകൾ ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം, ഈ പറഞ്ഞ ഒബ്സസീവ് തോട്ട്സിനെ സപ്രസ് ചെയ്യാൻ, ഈ പറഞ്ഞ ഒബ്സസീവ് തോട്ട്സും അതുപോലെ ഉണ്ടാകുന്ന ആങ്സൈറ്റിയും അതോടൊപ്പം ഉണ്ടാകുന്ന ആങ്സൈറ്റിയെയും സപ്രസ് ചെയ്യാൻ, ക്ലിയർ ചെയ്യാൻ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കമ്പൽസീവ് ബിഹേവിയർ നിർബന്ധമായും ചെയ്തിരിക്കണം എന്നർത്ഥം. നിർബന്ധമായും ചെയ്തിരിക്കണം. ആ നിർബന്ധമായും ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കമ്പൽസീവ് ബിഹേവിയർ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒബ്സസീവ് തോട്ട്സ് കൊണ്ടുള്ള ആങ്സൈറ്റി താൽക്കാലികമായി ഇല്ലാതാവുന്നു. പക്ഷേ ആ ആങ്സൈറ്റി വീണ്ടും വരും. കാരണം അതാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന്റെ ലക്ഷണം. അൺകൺട്രോളബിൾ ആയ ഒബ്സസീവ് തോട്ട്സ് വീണ്ടും വീണ്ടും വരുന്നു. അതുകൊണ്ട് ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ ആങ്സൈറ്റി കാരണം ഒരു കമ്പൾസീവ് ബിഹേവിയർ ഇദ്ദേഹത്തിന് വീണ്ടും ചെയ്യേണ്ടി വരുന്നു. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഈ വരുന്ന ഒബ്സസീവ് തോട്ട്സിനെയും ആങ്സൈറ്റിയെയും നിങ്ങൾക്ക് ഒരു കാരണവശാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിങ്ങളുടെ തന്നെ നിർബന്ധപൂർവമായ തോന്നലാണ്. ഒരു കാരണവശാലും നിങ്ങൾ വിചാരിച്ചാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. അൺകൺട്രോളബിളായ, ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഈ ഒബ്സസീവ് തോട്ട്സ് വീണ്ടും വീണ്ടും വന്ന് അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ആങ്സൈറ്റി, ഇതൊരിക്കലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ ലക്ഷണം. നാലാമത്തെ ലക്ഷണം എന്നുള്ളത്, ഈ പറഞ്ഞ ഒബ്സസീവ് തോട്ട്സ്, ആങ്സൈറ്റി, കമ്പൽസീവ് ബിഹേവിയർ, ഈ മൂന്നും കൊണ്ട് നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികൾ എല്ലാം തകരാറിലാവും എന്നുള്ളതാണ്. ഒരു കാര്യവും നിങ്ങൾക്ക് നേരെ ചൊവ്വേ ചെയ്യാൻ കഴിയുകയില്ല. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യുവാൻ കഴിയുകയില്ല. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒബ്സസീവ് തോട്ട്സും ആങ്സൈറ്റിയും കമ്പൽസീവ് ബിഹേവിയറും വീണ്ടും 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 കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഞ്ചാമത്തെ ലക്ഷണം, ഈ ലക്ഷണങ്ങൾ കൊണ്ട്, ഒബ്സസീവ് തോട്ട്സിൻ്റെയും കമ്പൽസീവ് ബിഹേവിയറിൻ്റെയും ആങ്സൈറ്റിയുടെയും ലക്ഷണങ്ങൾ കൊണ്ട് നിങ്ങൾ പേടിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ആങ്സൈറ്റിയെ നിങ്ങൾ പേടിക്കാൻ തുടങ്ങുന്നു. നിങ്ങളോട് തന്നെ ഒരുതരം വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ വളരെ ലോ ആയി കാണുന്നു. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയുന്നു. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കുറയുന്നു. ഈ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. എപ്പോഴും മനസ്സിനകത്ത് എന്തോ കിടന്ന് തിളച്ചുകൊണ്ടേയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഒരു തരത്തിലും നിങ്ങൾക്ക് മറ്റ് വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യുവാൻ പറ്റുകയില്ല. ഒരു തരത്തിലും കോൺസെൻട്രേഷൻ ചെയ്യുവാൻ പറ്റുകയില്ല. നിങ്ങൾ പേടിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ ലക്ഷണങ്ങളെ. ഈ 5 ലക്ഷണങ്ങളാണ് മെയിനായി ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉണ്ടോ നിങ്ങൾക്ക് എന്ന് ഡയഗ്നോസ് ചെയ്യുവാനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കരുത്. കാരണം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് 100% ക്യൂറബിൾ ആണ്, ട്രീറ്റബിൾ ആണ്. അതായത് സൈക്കോളജിസ്റ്റിനും സൈക്യാട്രിസ്റ്റിനും കമ്പൈൻഡായി സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് മെത്തേഡുകൾ, റിലാക്സേഷൻ മെത്തേഡുകൾ, അതുപോലെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് OCD ഉള്ളവരെ OCDയിൽ നിന്നും പരിപൂർണമായി 100% മുക്തരാക്കിയെടുക്കുവാൻ ഇപ്പോൾ സാധിക്കും. അതുകൊണ്ട് OCD ഉണ്ട് എന്ന് പറഞ്ഞ ഒരു കാരണവശാലും വിഷമിച്ചിരിക്കരുത്. ചികിത്സ തേടണം എന്നുള്ളതാണ് നിർബന്ധം. അതുകൊണ്ട് തീർച്ചയായും ചികിത്സ തേടുക.